ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ആളുകളുടെ വെൽത്ത് ഗോൾഡായി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ഗോൾഡ് എന്ന് പറയുന്നത് ഒരു പെർഫോമിംഗ് അസറ്റ് അല്ല. ഗോൾഡ് പെർഫോം ചെയ്യുന്ന അതിന്റെ വാല്യൂ വേൾഡിൽ വർദ്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ്. എന്ന് ഗോൾഡിന്റെ വില നഷ്ടപ്പെട്ട അന്ന് ഗോൾഡ് ഒരു മെറ്റലായി മാത്രം അവശേഷിക്കും. വാല്യൂ ആണ് ഗോൾഡിനെ പ്രിസർവ് ചെയ്ത് നിർത്തുന്നത്. ആളുകൾ ഗോൾഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിഫ്ലേഷനുള്ള സാധ്യതയുണ്ട്. ഇക്കോണമിക്സിൽ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ ആൻഡ് റിഫ്ലേഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പണപ്പെരുപ്പെന്ന് നമ്മൾ പറയും. പണപ്പെരുപ്പം എന്ന് പറയുന്നത് ആളുകളുടെ കയ്യിൽ പണം ഇഷ്ടം പോലെ ഉണ്ടാവും, സാധനങ്ങൾ വാങ്ങും, കൂടുതൽ സാധനം വാങ്ങും, കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ പ്രൈസ് ഹൈക്ക് വരും. ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് പണലഭ്യത കുറയുകയും ആളുകൾ വാങ്ങാണ്ടിരിക്കുകയും താഴോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഡിമാൻഡ് താഴോട്ട് പോകും. അതിനെ ഗവൺമെന്റ് കറക്റ്റ് ചെയ്യുന്നതിനാണ് റിഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം റിഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് പോയി എന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു റൈറ്റ് സ്റ്റെപ്പാണ്. ഒന്ന്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഗവൺമെന്റുകളെയും നമ്മുടെ നയങ്ങളെയൊക്കെ ചീത്ത പറയുമ്പോൾ അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ ചീത്ത പറയുമ്പോൾ നമുക്ക് ബേസിക്കലി അതിനൊരു അടിത്തറയോടുകൂടിയാണ് നമുക്ക് ചീത്ത പറയേണ്ടത്. അമേരിക്ക നമുക്കെതിരെ ഒരു താരിഫ് കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ അമേരിക്ക എവിടെയോ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് റിഫ്ലേഷനിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് GST വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. GST കുറച്ചു, ടാക്സേഷൻ കുറക്കുന്നത് റിഫ്ലേഷനുള്ള ഒരു മാർഗമാണ്. ഇനി ഗോൾഡിന്റെ ചരിത്രം പറയാം. ഈ ചരിത്രം കേട്ടാൽ പലർക്കും ഉറക്കം നഷ്ടപ്പെടാവുന്ന ഒരു ഫാക്ടറാണ് ഞാനിപ്പോൾ പറയുന്ന ഒരു ചരിത്രം. ആക്ച്വലി ഗോൾഡിന്റെ വില ഇപ്പോൾ നിൽക്കുന്നത്, ശരിക്കും ഗോൾഡ് അസറ്റായി വെച്ച ആളുകൾ ഒരു ഹൈഡ്രജൻ ബോംബിന് മേലാണ് ഗോൾഡിന്റെ വില ഇപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഈ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത്? 1930 അമേരിക്കയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡിപ്രഷൻ നടന്നു എന്നാണ്. ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ 1930 അമേരിക്കയിൽ വേൾഡിലെ ഏറ്റവും വലിയ ഡിപ്രഷൻ വന്നു. ലോകം മുഴുവനും കേട്ടിട്ടില്ലേ, വലിയ ഭീകരമായ സാമ്പത്തിക മാന്ദ്യം വന്നു. ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് അതിൻ്റെ പേര്. 1930s അന്ന് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് 1933 അമേരിക്കയിലൊരു ആക്ട് പാസ്സാക്കി. 6012 എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കി. ആ ആക്ട് എന്തായിരുന്നു എന്നറിയോ? ആ ആക്ടാണ് ഇവിടെയുള്ള എല്ലാവരെയും ഉറക്കം കെടുത്തേണ്ട ആക്ട്. അമേരിക്കയുടെ കറൻസി $US കൂപ്പുകുത്തുകയും ഒരു വിലയും ഇല്ലാണ്ടാവുകയും ചെയ്തപ്പോൾ അമേരിക്ക ജനങ്ങളുടെ കയ്യിലുള്ള ഗോൾഡുകൾ തിരിച്ചു പിടിച്ചെടുത്തു എന്നതാണ്. 1933 മാർച്ചിൽ എല്ലാ ബാങ്കുകളും റൂസ്വെൽറ്റ് അടച്ചിട്ടു. പാനിക് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ നടന്ന പോലെ ബാങ്കുകളെ അടച്ചിട്ടതിന് ശേഷം അമേരിക്ക ചെയ്തത് ജനങ്ങളോട് അവരുടെ മിനിമം ജ്വല്ലറി വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഗോൾഡുകളും നിർബന്ധമായും ഗവൺമെന്റിന് വിൽക്കാൻ പറഞ്ഞു. ഗവൺമെന്റ് പറഞ്ഞ വിലക്ക് ഒരു ഔൺസിന് അന്ന് വെറും $20 വെച്ചിട്ടാണ് ജനങ്ങളുടെ കയ്യിലുള്ള സ്വർണത്തെ ഗവൺമെന്റ് പിടിച്ചെടുത്തത്. 1933 മുതൽ 1974 വരെ അമേരിക്കക്കാർക്ക് സ്വന്തമായി ഇഷ്ടംപോലെ ഇന്ത്യയിലുള്ള പോലെ ഗോൾഡ് സൂക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. ആ ഗോൾഡ് മുഴുവനും ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യും. തിരിച്ച് ആ ഗോൾഡിന് ഔൺസിന് $35 പ്രൈസ് ഇട്ടുകൊണ്ട് ഇക്കോണമിയിൽ ഡോളർ അടിച്ചിറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം വേൾഡിലുള്ള ഗവൺമെന്റുകൾ ജനങ്ങളുടെ വെൽത്ത് ഗോൾഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കറക്ഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ കറക്ഷൻ ചെയ്യുന്നത് ഭരണകൂടങ്ങളായിരിക്കും. അങ്ങനെ ഭരണകൂടം ഒരു കറക്ഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യും എന്ന് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വൻ ഭീമന്മാർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ഗോൾഡുകൾ ഇമ്മീഡിയറ്റ്ലി കറൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാലും ഗോൾഡിന് ഒരു കറക്ഷൻ വരും. ഗോൾഡ് വിൽ ബി ഗോയിങ് ത്രൂ എ ഹ്യൂജ് കറക്ഷൻ. അത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഹിസ്റ്ററിയിൽ നടന്നാണ്. ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവും എന്നുള്ളത് ഉറപ്പാണ്. അപ് ടു 40% വരെ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിൽ പാനിക്കായിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ ഫാക്ട്. അത് ഒരു കറക്ഷന് നേരിടേണ്ട വർഷം പോകും.
വസ്തുതയാണ്. കാരണം ഗോൾഡിൻ്റെ ഏജ് എന്ന് പറയുന്നത് 4000 BC മുതൽ മനുഷ്യർ ട്രസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. 4.5 മില്യൺ ഇയേഴ്സ് അഗോ സൂപ്പർനോവയുടെ കാലത്താണ് മെറ്റലായിട്ട് ഗോൾഡ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഒരു കറക്ഷന് എപ്പോഴും വിധേയമായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ 2025 അല്ലെങ്കിൽ 2026 ഗോൾഡിൻ്റെ കറക്ഷൻ നടക്കും എന്നുള്ളത് ഉറപ്പായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്.